ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയുന്നത്, അതായത് ഇത്രയും കാലം നമ്മൾ തിയറിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോൾ പ്രാക്ടിക്കലാണ്. അതായത് നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ, എൻ്റെയും നിങ്ങളുടെ എല്ലാം കുടുംബ ജീവിതത്തിൽ, ഓരോ കുടുംബത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ ജീവിത സത്യങ്ങളാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത്. കാരണം നമുക്ക് എങ്ങനെയെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും പലരും ജ്യോതിഷത്തെ തെറ്റിദ്ധരിക്കുകയാണ്. കാരണം പലരും പറയുന്നു ഞങ്ങൾ ഒരുപാട് പൂജകളൊക്കെ നടത്തി പ്രത്യേകിച്ചൊരു ഗുണം ഉണ്ടായില്ല. അപ്പോൾ പൂജകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കൊരു അസുഖം വന്നാൽ നമ്മൾ ആശുപത്രിയിൽ പോയി ചികിത്സിച്ച് ആ അസുഖം മാറി പിന്നീട് വീണ്ടും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജീവിതം തിരിച്ചു പിടിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് യഥാർത്ഥത്തിലുള്ള ജ്യോതിഷ വഴിയിലൂടെ എല്ലാം സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് അനുഭവസാക്ഷ്യം വീഡിയോ ഇട്ടിട്ട് പോലും പലരും വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ വിറച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിനൊരു ബോധവൽക്കരണം വരുത്തുന്നതിന് വേണ്ടിയാണ് ഒരു കൂട്ടായ്മയിലൂടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അവതരണം കൃത്യമായിട്ട് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. അല്ലാതെ ആരെയും ചൂഷണം ചെയ്യാനോ പറ്റിക്കാനോ വേണ്ടിയിട്ടല്ല. നമുക്ക് യഥാർത്ഥത്തിൽ ജ്യോതിഷം എന്നാൽ എന്താണ്, അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും, അതിന് വേണ്ടിയിട്ടുള്ള ഒരു യഥാർത്ഥ ജീവിത അവതരണം തന്നെയാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചേട്ടാ, അപ്പുറത്തെ പണിയൊക്കെ കഴിഞ്ഞാ? പിന്നെ അച്ഛനും അമ്മയും വരുന്നുണ്ട് നാളെ. ചുമ്മാ കുറച്ച് സാധനമൊക്കെ മേടിക്കണം. എന്നാലേ ചേട്ടൻ നമുക്ക് ഫുഡ് കഴിക്കാം. പിന്നെ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. രാവിലെ മുതൽ ഒരു വകയും കഴിക്കാതെ നടന്ന് ജോലി ചെയ്യുക. വാ ചോറ് ചേട്ടനോട് വന്നല്ലേ ഞാൻ നമസ്കാരം, എൻ്റെ പേര് അരവിന്ദ് എന്നാണ്. ഞാൻ ഇടുക്കിയിൽ നിന്നാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷം കാലമായി. ഇപ്പോൾ ഭാര്യയായിട്ട് അത്രമേൽ നല്ല സന്തോഷത്തിലായിരുന്നു ജീവിച്ചു വന്നിരുന്നത് ഈ കാലം വരെ. ഞങ്ങളുടെ ജീവിതം കണ്ടിട്ട് കുടുംബത്തിലും മറ്റുള്ളവർക്കും വരെ അസൂയ തോന്നുന്ന ഒരു തരത്തിലായിരുന്നു ജീവിതം. അമ്മ, നിങ്ങളെന്ത് ചുമ്മാ വന്നെയാ? എന്ത്? ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 6 മാസത്തോളായില്ലേ? നിങ്ങളുടെ ഉദ്ദേശം എന്താ? എന്തുദ്ദേശം? ആ രമണിയുടെ മോക്ക് കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായി. അവർക്ക് 2 മാസം വിശേഷമായെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു. അമ്മ അച്ഛനെ കൂടെ വിളി, ഞാൻ കഴിക്കാനെടുക്കാം. ഹലോ, പറയടാ. ഞാൻ മോളുടെ വീട്ടിലാ. പണിക്കാരെ ഇന്നലെ വിട്ടിട്ടുണ്ടായിരുന്നല്ലേ? നീ അവരെ ഒന്ന് വിളിക്കട്ടാ. മോൻ എന്താ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ ചുമ്മാ വന്നിരുന്ന. ഇതിന് മുഖം എന്താ വല്ലായിരിക്കുന്നത്? ഇല്ല, ഇല്ലാതൊന്നുമില്ല, ചുമ്മാ വന്നിരുന്നത്. പറ, എന്തെങ്കിലും പറ. അച്ഛനോട് നീ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്. പറ, ഞാനും നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാനും വന്നു. എന്തെങ്കിലും പറ. അതിപ്പോ അച്ഛനോട് എങ്ങനെ പറയണം എന്ന് എനിക്ക് അറിയത്തില്ല. നീ പറഞ്ഞോ, അച്ഛനല്ലേ ഞാൻ. അത് അച്ഛൻ്റെ മോൾ എനിക്ക് നല്ലൊരു ഭാര്യ തന്നെയാണ്. പക്ഷേ ആഹാ, നിങ്ങൾ അവിടെ നിൽക്കുവാണോ? കഴിക്കാൻ വരുന്നില്ലേ? വാ. വരണേ. വരാ.
എന്തൊക്കെയുണ്ട്? നീ പോയില്ലേ? ഏയ് ഞാനൊന്നും പോയില്ല. അവളുടെ അച്ഛനങ്ങ് അമ്മയൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് ഇങ്ങോട്ട്. ആഹാ, അപ്പൊ നീ അവിടെയല്ലേ കാണുന്നത്? എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ലടാ. എന്താ പ്രശ്നം? അവളുമായിട്ട് സെറ്റ് ആകത്തില്ല. ഇപ്പഴല്ലേ കല്യാണം കഴിഞ്ഞ 6 മാസം പോലും പോയില്ല. അതിന് മുമ്പ് നീ എങ്ങനെ തീരുമാനിക്കും സെറ്റ് ആവില്ലെന്ന്? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താടാ, ജീവിതം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. എന്താ നിന്റെ പ്രോബ്ലം? നീ എന്നോട് പറ. അതൊന്നും പറഞ്ഞാൽ തീരത്തില്ലടാ. പറഞ്ഞാൽ തീരാത്ത ഒരു പ്രശ്നമില്ല മോനെ. ഒരു പണിയാ, ഞാനങ്ങോട്ട് വരാം, സംസാരിച്ചെല്ലാം തീർക്കാം. അത് സംസാരിച്ചാലും തീരത്തില്ല. തീരൂടാ, ചുമ്മാ ടെൻഷൻ അടിക്കാം. ബാ നമുക്ക് സംസാരിക്കാം. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ എപ്പോഴാ അവർ വന്നേ? അവര് ഇന്ന് രാവിലെ. നിങ്ങളിത് എവിടെ പോയി കിടക്കുമായിരുന്നു? എത്ര പ്രാവശ്യം ഫോണിൽ വിളിച്ചു ചേട്ടാ? സൈലന്റ് ആയിരുന്നു. അച്ഛനും അമ്മ എന്തേ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഞാൻ അച്ഛനെ വിളിച്ച് സംസാരിച്ചു. കേട്ടോ ചേട്ടാ, ഒരു കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തമില്ല, ഒരു ശ്രദ്ധയില്ല. ഭക്ഷണം പോലും ഞാൻ വിളമ്പി വെച്ചിട്ട് അതുപോലും മറന്നു നടക്കുക. കുഞ്ഞു പിള്ളേരെ നോക്കുന്ന പോലെ ചേട്ടാ ഞാൻ പുറം നടന്ന് നോക്കുന്നത്. ചേട്ടനൊന്ന് പറ. അതൊക്കെ ശരിയാവുന്നേ. അല്ല, ചേട്ടൻ ഇന്ന് ജോലിക്ക് പോയില്ലേ? ഓ, ഞാൻ പോയി മോളെ. പിന്നെ ഉച്ചയ്ക്ക് അങ്ങ് ഇറങ്ങി. വീട്ടിൽ ചേച്ചിയും പിള്ളേരും ഒക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയതാ, അപ്പോഴാണ് നമുക്ക് വീട് വരെ പോകണമെന്ന് പറഞ്ഞത്. എന്നാ വാ ചേട്ടാ, ചായ ഇട്ട് വാ, ചായ കുടിച്ചിട്ട് വാ. മോള് പൊക്കോ, ഞങ്ങളെ ഒന്ന് സംസാരിച്ചിട്ട്. ആ ശരി. നിങ്ങട് വന്നേ. നീ എൻ്റെ അടുത്ത് എന്തൊക്കെയാ പറഞ്ഞിരുന്നേ? ഞാൻ വന്നപ്പോൾ ഒരു ശ്രദ്ധിക്കണേ. ആ കുട്ടി നിങ്ങൾ എന്ത് കാര്യമായിട്ട് നോക്കണേ? എടാ, എൻ്റെ വീട്ടിലെ അവസ്ഥ എനിക്കറിയോ? ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയുണ്ട്. ഞാനൊക്കെ അവിടെ ഒരു ചായ ചോദിച്ചാൽ എപ്പോഴാണ് കിട്ടണമെന്ന് അറിയോ? എന്നിട്ട് ചുമ്മാ നിന്നോട് എങ്ങനെ പറഞ്ഞു നീ മനസ്സിലായി? ഒന്നും പറയണ്ട. നിന്റെ കയ്യിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നീ ആയിട്ട് അങ്ങ് തീർക്കുക. വെറുതെ അവരെ പുരം വെക്കണ്ട, കേട്ടല്ലോ? ഇനി ഈ കാര്യം പറഞ്ഞ് എന്നെ വിളിക്കരുത്. ജീവിക്കാൻ നോക്കണം നന്നായിട്ട്. ഓ ഇല്ലേ. എന്തൊരു ചൂട്. ഗുഡ് നൈറ്റ് ഏട്ടാ. ഒന്നുമില്ല ഏട്ടാ, ഞാൻ ഫ്രഷ് ആയിട്ട് വന്നു.
എന്താ പ്രശ്നം എന്നാ? ചേട്ടാ എന്റെ ദേഹത്ത് തൊടരുത്, എനിക്കത് ഇഷ്ടമല്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. ചേട്ടാ ദോ നിൽക്കും. ചേട്ടാ ഇന്ന് നേരത്തെ വരുമോ ചേട്ടാ? നമ്മൾ ഒത്തിരി ദിവസമായില്ലേ പുറത്തൊക്കെ പോയിട്ട്. നേരത്തെ വരുമായിരുന്നു, പുറത്തൊക്കെ ഒന്ന് പോകാമായിരുന്നു. ഇങ്ങനെ ഞാൻ ഒരു ദിവസം വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ സുഹൃത്തിനോട് ഞാൻ തുറന്ന കാര്യങ്ങൾ പറയുകയും ചെയ്യണുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു, പേരമംഗലം എന്ന് പറയുന്ന ഒരു അമ്പലത്തിൽ ഇരിക്കുന്ന നാഗരാജ ക്ഷേത്രമാണ്. ഇവിടെ ഒരു സുഭാഷ് എന്ന് പറയുന്ന തന്ത്രികളുണ്ട്, തന്ത്രി ഒന്ന് ചെന്ന് കാണുക, അപ്പം എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നറിയാം, എന്തെങ്കിലും പ്രശ്നം എന്താണെന്നെങ്കിലും അറിയാം എന്ന് പറ്റുമെന്ന് പറഞ്ഞു. വിശ്വാസം ഇല്ലാതായിരുന്നു ഞാൻ ഭാര്യയെ നിർബന്ധിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്നത്. വന്നു കഴിഞ്ഞപ്പം സുഭാഷ് ചന്ദ്രകളെ കാണുകയും ഞങ്ങളുടെ കുടുംബപരമായ കാര്യങ്ങൾ പറയുകയും ചെയ്തു. എന്തായിരുന്നു? എൻ്റെ പേര് അരവിന്ദ് എന്നാണ് സാറേ. ഞാൻ ഇടിക്കുന്നതാണ് വരുന്നത്. അപ്പോൾ അത് ഭാര്യയാണ് സരിത. ഞങ്ങൾക്ക് തമ്മിൽ ചെറിയൊരു കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1.5 വർഷമായി. നല്ല സന്തോഷത്തിലാണ് ജീവിച്ചു വരുന്നത്. ഒരു വേറെ മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ രാത്രി മാത്രം ഞാൻ തൊടുമ്പോഴോ അല്ലെങ്കിൽ ഇഷ്ടത്തോടെ കിടപ്പറയിലെത്തുമ്പോ ആള് വേറൊരാളാണ്. നേരത്തെ ചില സമയങ്ങളിലൊക്കെ തൊടുമ്പോൾ ഇഷ്ടക്കേടൊക്കെ കാണിക്കുമായിരുന്നു. ഈ കഴിഞ്ഞൊരു ദിവസം ആൾ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്ത് വേറൊരു സംസാരവും കാര്യങ്ങളും ഭാവവും ഒക്കെ ആയി. എന്നിട്ട് കട്ടിലെ തന്നെ ഒരു ഇരിപ്പായിരുന്നു. ഞാൻ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് അങ്ങോട്ട് കേൾക്കണില്ല. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് വേണ്ടി വന്നത്. നമുക്ക് വിഷമിച്ച് നോക്കേണ്ടത്, കാരണം ഇത് ജാതകത്തിന്റെ പ്രശ്നമായിരിക്കില്ല. ഇങ്ങനെ വരുന്ന കേസുകൾ നമുക്ക് ഒരുപാട് വരാറുണ്ട് കേട്ടോ. വിഷമിച്ച് നോക്കിയിട്ട്. നമ്മുടെ പേരെന്തായിരുന്നു? അരവിന്ദ്. നക്ഷത്രം ചോദി. നക്ഷത്രം. വീട്ടുകാരെന്താ? തുളസിത്തറയിൽ. സ്ഥലം ഇടുക്കി കുമ്മളി. ഒന്ന് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഓക്കെ, വൃശ്ചികൻ രാശി കിട്ടിയാണതേ. അപ്പോൾ ഇതിനകത്തൊരു സംഭവമേ, ഇവരുടെ സ്വന്തം ബന്ധങ്ങളിലെ ഏതെങ്കിലും സ്ത്രീകൾ മരണപ്പെട്ടു പോയുണ്ടോ? അത് ആൾക്കറിയോ? അങ്ങനെ അറിയോ? നമ്മുടെ റിലേഷനിലെ കൊച്ചച്ഛൻ്റെ അമ്മാവൻ്റെയോ അങ്ങനെ ആരെങ്കിലും മരിച്ചു പോയുണ്ടോ? വെള്ളത്തിൽ മുങ്ങി മരിച്ച ആരെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഓർമ്മയിലില്ല. അല്ല, ഇവിടെ അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വന്ന ജലമൃതിപ്രേതത്തിൻ്റെ പ്രശ്നമാണ് മെയിനായിട്ട് കാണിക്കുന്നത്.
അതായത് നമ്മൾ കിടപ്പറയിൽ എത്തുമ്പോൾ നമ്മൾ വേറെ ആളാവും അല്ലേ? അതേവരെയുള്ള സ്നേഹം ഇതൊക്കെ മാറി. മതി. ചില സമയം ആ. എന്തെങ്കിലും ഒരു റിയാക്ഷൻ കാണിക്കുന്ന പറഞ്ഞാൽ എണ്ണീറ്റ് മിണ്ടാതെ ആ. അങ്ങനെ ഇരിക്കും. ആ. ചില സമയം ഇങ്ങനെ ഇരുന്ന് വട്ടം കറങ്ങുന്ന പോലെ വട്ടം കറങ്ങുക, മാറി തിരിഞ്ഞു നിൽക്കുക, അതൊക്കെയാണ്. ആളോട് ഞാൻ ചോദിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് രാവിലെ ചോദിക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയാനേ പാടില്ല. അറിയാൻ എനിക്കറിയത്തില്ല എന്ത് സംഭവിക്കുന്നുള്ളത്. ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ്. ടെൻഷനായിട്ട് നമ്മുടെ നാളെന്തായിരുന്നു? ആളുടെ നാളെന്താ? അശ്വതി. ശരി, നല്ല ചേരണ നാളാണ്. അതായത് ഇത്തിരി നേരം പോലും പിരിഞ്ഞിരിക്കൂല. ഇല്ല. അപ്പൊ ഇതിന്റെ സംഭവം എങ്ങനെയാണ്? പിന്നെ നമുക്ക് ആവാഹന പൂജയിൽ ഒന്ന് മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ആവാഹനത്തിൽ വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു റിലാക്സ് കിട്ടാൻ വേണ്ടിയിട്ടേ ഇവിടെ പേരമംഗലത്ത് ഭദ്രയുടെ അടുത്ത് പൊങ്കാലുണ്ട്, മകരച്ചവടന്ന്. അപ്പൊ അന്ന് രാത്രി ഒന്ന് പൊങ്കാലിടാം. ആ പൊങ്കാലിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തൽക്കാല ശമനമാവും. ആ തൽക്കാല ശമനം കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് ആവാഹന പൂജയിലേക്ക് വരാൻ പറ്റും കേട്ടോ. ചെയ്ത് മാറ്റാവുന്നതുള്ളൂ. പിന്നെ കുടുംബക്ഷേത്രമൊക്കെ ഉണ്ടാവും. കുടുംബക്ഷേത്രമൊക്കെ ഉണ്ട്. അച്ഛൻ്റെ വഴിക്കുണ്ട്, പോകാറുണ്ട്. പോറുണ്ട്. മിക്ക കാര്യങ്ങൾക്കും ഭയങ്കര തടസ്സങ്ങളാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മറ്റൊരാളോട് പറയാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം വീട്ടിൽ ആരോടെങ്കിലും കാര്യം അവതരിപ്പിക്കുമ്പോൾ വേറെ തടസ്സമായിട്ട് വേറെ ആള് കയറി വരുക, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് കാര്യത്തിലേക്ക് അങ്ങനെ ആരോടും തുറന്നു. അതായത് ഈ പ്രശ്നം നിങ്ങൾക്ക് ആരുടെ അടുത്ത് വരെ പറയാൻ പറ്റില്ല. അവസാനം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് വിളിച്ച് കാര്യം പറഞ്ഞു, എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി. എന്നിട്ടും കാര്യം വന്ന് വീട്ടിൽ പ്രാവശ്യം വന്ന് സംസാരിച്ച് കുടുംബം ആള് വന്നിരുന്ന് സംസാരിച്ചപ്പോ ആൾക്ക് നമുക്ക് കുഴപ്പമുള്ള തോന്നി. വീണ്ടും സുഹൃത്ത് എന്നെ കുറ്റം പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കാണ് കുറ്റമുള്ള വിളിക്ക് തോന്നുന്നത്. അത് ഇങ്ങനെയുള്ള കേസ് ഇഷ്ടംപോലെ നമ്മുടെ അടുത്ത് വരാറുണ്ട്. കാരണം ഇവർക്ക്, അതായത് അവരെ സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയെ കാണിക്കുന്നു. വിവാഹം കഴിച്ചിട്ട് അവർക്ക് ദാമ്പത്യ സുഖം അനുഭവിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രേതം ശരീരത്തിലേക്ക് വന്നിട്ടുണ്ടാവും. അതാണ് കാണിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ആവാഹന പൂജ കഴിഞ്ഞാൽ ഒറ്റ ദിവസം മാറിപ്പോകും കേട്ടോ. ഇങ്ങനെയുള്ള കേസ് പൂജയിലിരിക്കുമ്പോൾ തന്നെ ഓക്കെയോ, വളരെ ഹാപ്പിയാവും. അപ്പോൾ മാറ്റാവുന്നതുള്ളൂ. അപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ പേരമംഗലത്ത് വന്നിട്ടേ, പേരമംഗലം അറിയില്ലേ? കല്ലൂർക്കാട് കടയിൽ പേരമംഗലത്ത് നഗരക്ഷേത്രമാണ്. അവിടെ മകരച്ചൊവ്വയ്ക്ക് ഭദ്രകാളിയുടെ അടുത്ത് ഒരുപാട് പേര് വന്നിട്ട് പൊങ്കാല സമർപ്പണമുണ്ട്. അപ്പോൾ ഏതൊരു പ്രശ്നം ഉണ്ടെങ്കിലും, ഇനിയിപ്പോൾ പൈസ ഇല്ലാത്തവരായിക്കോട്ടെ പൈസ ഉള്ളവരായിക്കോട്ടെ, ഇതേപോലെയുള്ള ഏത് രീതിയിലുള്ള പ്രശ്നമുള്ളവരാണെങ്കിലും ആ പൊങ്കാലയിൽ പങ്കെടുത്തിട്ട്, നിങ്ങൾക്ക് ആണിനും പെണ്ണിനും പൊങ്കാലിടാം, നിങ്ങൾ രണ്ടുപേരും വന്ന് പൊങ്കാലിട്ടോ ഇടാം. അങ്ങനെ പൊങ്കാലിട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രശ്നം അന്നത്തേൽ തന്നെ മാറ്റം വരും. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഗ്യാപ്പ് ഇട്ടിട്ട് ആവാഹന പൂജിക്കാൻ മതി. ആവാഹന പൂജിക്കാൻ നമുക്ക് ഇതൊക്കെ മാറ്റാറുണ്ടോ. അപ്പോൾ ആള് ജോലി ഉണ്ടാവും, PSC കോച്ചിങ്ങിന് ഉണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടും. അപ്പോൾ രണ്ടുപേർക്കും നല്ല വരുമാനം ആവുകയും ചെയ്യും, സന്തോഷമായിട്ട് ജീവിക്കും കേട്ടോ. അങ്ങനെ ചെയ്ത് മതിയോ. അപ്പോൾ തൽക്കാലം വന്ന് പൊങ്കാലിടാൻ നോക്കാം, നമുക്കത് മാറ്റാവുന്നതുള്ളൂ. അങ്ങനെ ആയിക്കോട്ടെ. ശരി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഒരു മകരച്ചൊവ്വയ്ക്ക് വന്ന് ഒരു പൊങ്കാല കുടുംബസമേതം അർപ്പിക്കും, അത് കഴിയുമ്പോൾ അത്യാവശ്യം മാറ്റങ്ങളുണ്ടാവും, അത് വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അത്യാവശ്യം വിശ്വാസത്തോടെ തന്നെ ഞങ്ങൾ തിരികെ വീട്ടിൽ പോയി. പിന്നീട് മകരച്ചൊവ്വയ്ക്ക് വന്ന് പൊങ്കാല സമർപ്പിച്ചു ദേവിക്ക്. അത് കഴിഞ്ഞ് നല്ല മാറ്റമുണ്ടെന്ന് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായിരുന്നു. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് വീണ്ടും ഒരു ആവാഹന പൂജയും കൂടെ നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതും ചെയ്തു. അതിന് കുറച്ച് നാളുകൾക്ക് ശേഷം ഇപ്പോൾ വളരെ സന്തോഷകരമായിട്ടാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് കുടുംബപരമായിട്ട് ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല.
ജീവിതത്തിൽ നല്ല സന്തോഷമാണ്. ഞാനിപ്പം 3 മാസം ഗർഭിണിയാണ്.